എന്തെങ്കിലും അനുകൂലമായോ പ്രതികൂലമായോ പറയാൻ എന്താണ് ഷാഫി പറമ്പിൽ വൈമുഖ്യം കാണിക്കുന്നത്? ലോകത്തിൽ എവിടെയായാലും പ്രതികരിക്കാലോ, അല്ല കേരളത്തിൽ ഇനി വരുന്നില്ലെന്നുണ്ടോ? വടകരയിലേക്ക് ഇനി ഇറങ്ങുന്നില്ലെന്നുണ്ടോ? അല്ല ബൽറാം എന്ന് പറയുന്ന ഒരു 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 ചെറുപ്പക്കാരനുണ്ടല്ലോ, എന്തിനും ഏതിനും ഫേസ്ബുക്കിലും മറ്റു കാര്യങ്ങളിലും പ്രതികരിക്കുന്ന, എന്താ പാലക്കാടിൻ്റെ MLA എന്നുള്ള നിലയിൽ രാഹുൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ ഒരു തരത്തിലും മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങളല്ല രാഹുൽ ചെയ്തിട്ടുള്ളത്. സ്ത്രീകളോട് പ്രത്യേകിച്ച് ഓരോ പെൺകുട്ടിയെയും സ്നേഹിക്കുക. 9 പരാതികൾ AICCക്ക് പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാവുന്നത്. ഞങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 2 പ്രധാനപ്പെട്ട യുവ നേതാക്കളുണ്ട് കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിൽ. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ട് MLA ആയിട്ടും ഇപ്പോൾ സിറ്റിംഗ് MLA ആയിട്ടും സിറ്റിംഗ് MP ആയിട്ടുമൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്നവരാണ്, ജനപ്രതിനിധികളാണ്, മുൻ ജനപ്രതിനിധികളാണ്. അതിൽ വടകര MP ഷാഫി പറമ്പിൽ, മറ്റൊന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണല്ലോ ബൽറാം. ഈ 2 പേരുടെയും അല്ലല്ല നേരത്തെ മുൻ MLA എന്നാണ് ഞാൻ പറഞ്ഞത്. മുൻ MLA ആയിട്ടുള്ള 2 എന്തിനും ഏതിനും ഏതൊരു ചെറിയ സംഭവം ഉണ്ടായാൽ പോലും പ്രതികരിക്കാൻ തിടുക്കം കാണിക്കുന്ന, അത് വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന 2 യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളാണല്ലോ പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള ബൽറാമും അതുപോലെ വടകരയിലുള്ള സിറ്റിംഗ് MP ആയിട്ടുള്ള ഷാഫി പറമ്പിലും. കേരളം മാത്രമല്ല, ലോക മലയാളികൾ പ്രത്യേകിച്ചും ഏതോ ഒരു പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ട് ആ പരിപാടി പോലും അമേരിക്കയിലോ എവിടെയാണ് വേണ്ടെന്ന് വെക്കാൻ ഇടയായിട്ടുള്ള ലോകത്തെമ്പാടുള്ള മലയാളികൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വിഷയമാണ് അതീവ ഗൗരവതരമായ രാഹുലിൻ്റെ പാലക്കാടിൻ്റെ MLA എന്നുള്ള നിലയിൽ രാഹുൽ കാണിച്ചിട്ടുള്ള വിക്രിയകൾ. അത് ലോകത്തെമ്പാടുള്ള മലയാളികൾക്കിടയിൽ മനസ്സിൽ വലിയ തോതിലുള്ള അരിശം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ചെറുപ്പക്കാരൻ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു യുവാവ്, പ്രത്യേകിച്ചും അഭ്യസ്തവിധനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ, MLA ആയിട്ട് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഇത്രയും ഹീനവും നിന്ദ്യവുമായിട്ടുള്ള വിധത്തിൽ സ്ത്രീകളോട് പെരുമാറിയതും, ആ സ്ത്രീകളോട് പെരുമാറുക മാത്രമല്ല, സ്നേഹിക്കപ്പെട്ട തന്നെ സ്നേഹിച്ച പെൺകുട്ടികളോട് കാണിച്ചിട്ടുള്ള അതീവ അത്യന്തം ക്രൂരമായിട്ടുള്ള വാക്കുകൾ, ഗർഭഛിദ്രം നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടും ഒരു പെൺകുട്ടി നേരെ വന്ന് നിരവധി തവണ മീഡിയകളുടെ മുൻപിൽ വെച്ച് പേര് ആദ്യം എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് അരി ഭക്ഷണമാക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും മലയാളികൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ രാഹുലാണ് എന്ന് ആ കുട്ടി പറയാതെ പറഞ്ഞിട്ടും കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാരോടൊപ്പം ചേർന്ന്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനെ പിതൃതുല്യനാണെന്ന് പറഞ്ഞ് ബർത്ത്ഡേ കേക്ക് മുറിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയ ഒരു പെൺകുട്ടിയാണ് രാഹുലിനെ പറ്റി ഈ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അനുകൂലമായോ പ്രതികൂലമായോ പറയാൻ എന്താണ് ഷാഫി പറമ്പിൽ വൈമുഖ്യം കാണിക്കുന്നത്? ലോകത്തിൽ എവിടെയായാലും പ്രതികരിക്കാലോ, അല്ല കേരളത്തിൽ ഇനി വരുന്നില്ലെന്നുണ്ടോ? വടകരയിലേക്ക് ഇനി ഇറങ്ങുന്നില്ലെന്നുണ്ടോ? അല്ല ബൽറാം എന്ന് പറയുന്ന ഒരു 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 ചെറുപ്പക്കാരനുണ്ടല്ലോ, എന്തിനും ഏതിനും ഫേസ്ബുക്കിലും മറ്റു കാര്യങ്ങളിലും പ്രതികരിക്കുന്ന, എന്താ പാലക്കാടിൻ്റെ MLA എന്നുള്ള നിലയിൽ രാഹുൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ ഒരു തരത്തിലും മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങളല്ല രാഹുൽ ചെയ്തിട്ടുള്ളത്. സ്ത്രീകളോട് പ്രത്യേകിച്ച് ഓരോ പെൺകുട്ടിയെയും സ്നേഹിക്കുക. 9 പരാതികൾ AICCക്ക് പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാവുന്നത്.